Which of the following statements are true for Mohr circle in a plane stress condition? അപ്പോൾ നമ്മൾ മോർ സർക്കിൾ നമ്മൾ വരയ്ക്കാൻ നേരം എപ്പോഴും എക്സ് ആക്സിസിൽ നമ്മുടെ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോർ സർക്കിളിൻ്റെ ഫിഗർ ഡയഗ്രം ശ്രദ്ധിച്ചേ. ഇവിടെ നമുക്ക് എക്സ് ആക്സിസിൽ നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്, നമ്മുടെ മാക്സിമം ആൻഡ് മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്, മേജർ ആൻഡ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. വൈ ആക്സിസിലാണ് നമ്മൾ ഷിയർ സ്ട്രെസ്സസ് മാർക്ക് ചെയ്യുന്നത്. ഇനിയും നമ്മൾ മോർ സർക്കിൾ വരച്ചു കഴിയുമ്പോൾ ഈ വൈ കോർഡിനേറ്റ് ആണ് നമ്മൾ ഏതൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു ആ പോയിന്റിൻ്റെ സർക്കിളിൽ ഏത് പോയിന്റ് കൺസിഡർ ചെയ്താലും അതിൻ്റെ വൈ കോർഡിനേറ്റ് ആണ് അവിടുത്തെ ഷിയർ സ്ട്രെസ് തരുന്നത്. അപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടണമെങ്കിൽ ഇറ്റ് വിൽ ബി പാരലൽ ടു ദ വൈ ആക്സിസ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മോർ സർക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ദ വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദ മോർ സർക്കിൾ റെപ്രസെൻറ്റ്സ് ദ ഷിയർ സ്ട്രെസ്. Points on the circle with the largest absolute value of the shear stress coordinate are located at the very top and bottom of the circle. അപ്പോൾ ഈ ഒരു സർക്കിളിൽ നമ്മൾ പറഞ്ഞു നമ്മൾ ഏതൊരു സർക്കിളിൽ ഏതൊരു പോയിന്റ് കൺസിഡർ ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ സ്ട്രെസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഈ ഷിയർ സ്ട്രെസ് വാല്യൂ എന്ന് വെച്ചാൽ നമ്മുടെ വൈ ആക്സിസിന് പാരലലും ആയിരിക്കും. ഇനി മാക്സിമം വാല്യൂ നമുക്ക് കിട്ടണമെങ്കിലോ കറക്റ്റ് ഈ സെൻറ്ററിൽ വരുന്ന ഈ ഒരു പോയിന്റിൽ വെർട്ടിക്കലി മുകളിലോട്ട് എടുക്കുമ്പോഴാണ് മാക്സിമം, അതായത് സർക്കിളിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റും ബോട്ടം മോസ്റ്റ് പോയിന്റ് എടുക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. The magnitude of this maximum in plane shear stress is equal to the radius of the Mohr circle. ഈ ഒരു മാക്സിമം ഹൈറ്റ് വരുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. സെൻറ്ററിൽ വരുന്ന, അതായത് മോർ സർക്കിളിൻ്റെ സെൻറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം പൊസിഷൻസിലാണ് നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടുന്നത്. അപ്പോൾ ദിസ് ഡിസ്റ്റൻസ് ഷുഡ് ബി ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. Principal stresses are the maximum and minimum normal stresses acting on the planes where the shear stress is 0, representing orientations where stress is purely normal and not shearing. In Mohr circle, these planes correspond to the points where the circle intersects the normal stress axis and the shear stress is 0 at those points. അപ്പം നമ്മൾ പ്യുവർ ആയിട്ടുള്ള നോർമൽ സ്ട്രെസ് മാത്രമാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ഷിയർ സ്ട്രെസ് കറസ്പോണ്ടിങ് വാല്യൂസ് 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് തന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് അപ്പോൾ കറക്റ്റായിട്ട് വരുന്നത് ശ്രദ്ധിച്ചേ. മാക്സിമം ഷിയർ സ്ട്രെസ് ഇസ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദ സർക്കിൾ, അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. മാക്സിമം ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ, അതും കറക്റ്റായിട്ട് കിട്ടി. Principal stresses are located at the horizontal axis where shear is 0, അത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസിലാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് മാർക്ക് ചെയ്യുന്നത്. അതും പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അവിടെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പം ആ തേർഡ് പോയിന്റും കറക്റ്റാണ്. മാക്സിമം ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ട്വൈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ, അത് തെറ്റാണ്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻസ് 1, 2 ആൻഡ് 3 ആണ്.